എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വർക്കലയ്ക്ക് പോകുന്ന വഴിയിൽ ചെറുന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ പിന്നിൽ എന്തോ ഒരു അതിഥി അവർ രാവിലെ കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ ആ സ്ഥലത്തെത്തി. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇതിനാണോ അതിഥി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക്. ഇതിനകത്തോ? ഇവിടെ അത് അവിടെയോ? ഓ അവിടെയാണല്ലേ, കാണാൻ പറ്റുന്നല്ലോ നിങ്ങൾ ഇല്ലല്ലോ. ഓ അതിപ്പാ ഇതിനകത്ത് ഇറങ്ങിയല്ലേ? അവിടെയാണോ ഇറങ്ങിയത്? അവിടെ ഇറങ്ങിയെങ്കിൽ നിങ്ങളെല്ലാവരുടെ മോളിൽ നിന്നാൽ ശരിയാകത്തില്ല കേട്ടോ. നിങ്ങളെല്ലാവരും താഴെ വരണം, എന്നിട്ട് ഇതെല്ലാം കുത്തി മറിക്കണം. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഈ പാമ്പിനെ അല്ലെങ്കിൽ നമ്മൾ ഈ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞത് ഇവിടെയല്ല, ആ കാണുന്ന ഉയരത്തിൽ ഒരു വലിയ ചേര വിഴുങ്ങിയിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ആൾക്കാർ കൂടിയപ്പോഴായിരിക്കാം അത് അതിന് ഭക്ഷണം തേടി ഇറങ്ങുന്ന സമയമായതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട് മൂർഖൻ പാമ്പുകളെ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കുറ്റിയൊക്കെ ഈ വിറവൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് എനിക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ടീമോ വിചാരിച്ച് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ കുറേ ചെറുപ്പക്കാരെ കൂടെ വിചാരിച്ച് നമുക്ക് ഇതിനെ കയറുകൊണ്ട് ഉടക്കുണ്ടാക്കിയിട്ട് തന്നെ പിന്നിലേക്ക് വലിച്ച് മാറ്റേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആ ശ്രമം കൂടി നോക്കാം. നമുക്കിതൊന്ന് അനക്കം വലിയ അനക്കമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ കയറെടുത്തിട്ട് വന്ന് നമുക്ക് ആ ഒരു ശ്രമം കൂടി നടത്തി നോക്കാം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ ഓണർ അറിഞ്ഞു കാണത്തില്ലെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പറമ്പൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ പോകണം. ഇപ്പോൾ ഈ പാമ്പ് കയറി എന്ന് പറയുമ്പോൾ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് പറമ്പൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തുകയാണ്. എന്തായാലും നമ്മുടെ ആദ്യത്തെ ആ ഒരു മരക്കഷ്ണം കിടന്നതിനെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്ന് കയറുകൊണ്ട് ഉടക്കുണ്ടാക്കി വലിച്ച് പിന്നിലേക്കാക്കി. പിന്നെ അടുത്ത് ഒരു കുറ്റിയും കൂടി ഉണ്ട്, ഒരു മരം. അപ്പോൾ അതും ഇതുപോലെ കയറുകൊണ്ട് കുരുക്കിട്ട് വലിച്ച് മാറ്റിയാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എന്തെങ്കിലും കൈ കൊണ്ട് പിടിക്കണം. കാരണം ചിലപ്പോൾ അടിയിൽ കയറി കൈ കയറ്റുമ്പോൾ അടിയിലെങ്ങാനും അത് കരിക്കുമ്പോൾ അറിയാതെ കടി കിട്ടുകയാണെങ്കിൽ അത് അപകടത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ആ ഒരു മരക്കുറ്റിയും കൂടി ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രമത്തോടെ നമുക്കൊന്ന് ഇളക്കി മാറ്റി നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി വർക്കലയ്ക്ക് പോകുന്ന വഴിക്ക് ചെറുന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഹോസ്പിറ്റലിൻ്റെ പറമ്പിൽ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ പറമ്പിലാണെങ്കിലും തൊട്ടടുത്ത പറമ്പിലാണ്, ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുന്ന പറമ്പ് തന്നെയാണ്. എന്തായാലും ഇവർ കണ്ടത് ആ ഉയരത്തിൽ ഇവിടെ നല്ല പൊക്കത്തിലാണ് മണ്ണിടിച്ച് താഴേക്ക് ഇറക്കിയത്. അപ്പോൾ ആ പൊക്കത്തിൽ ഒരു ചേരയെ വിഴുങ്ങിയിട്ട് ഇദ്ദേഹം കിടക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കാർ കൂടിയപ്പോൾ അവർ പെട്ടെന്ന് അദ്ദേഹം കഴിച്ചിരുന്ന ചേരയെ ഛർദ്ദിച്ചതിന് ശേഷം നേരെ താഴേക്ക് ഇറങ്ങി ഇവിടെ കുറച്ച് വിറകിൻ്റെ കൂട്ടത്തിനിടയിലേക്ക് കയറി. എന്തായാലും ഇദ്ദേഹം നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ട് മറന്ന ആളാണ് ഇദ്ദേഹം. പെൺമൂർഖൻ, വെറും 6 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള പെൺമൂർഖൻ അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. ഇദ്ദേഹവും ഈ വർഷം
ഈ മേഖലയിൽ എവിടെയോ, ഈ മേഖല ഈ സ്ഥലത്തല്ല, കുറച്ച് അപ്പുറത്ത് എവിടെയോ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട അമ്മ മൂർഖൻ പാമ്പാണ് ഇദ്ദേഹം. ആ ഭക്ഷണം കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ടതിന് ശേഷം അദ്ദേഹം ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. അതുപോലെ എൻ്റെ കയ്യിൽ ഈ കാണുന്ന വെള്ളപ്പാട് ചിലപ്പോൾ ഞങ്ങൾ പലപ്പോൾ പാമ്പിനെ പിടിക്കുമ്പോൾ പല സ്ഥലത്തും അമ്മമാർ പറയേണ്ട എൻ്റെ വിഷം പോകുന്നതാണെന്നൊക്കെ. പുറകിലല്ല വിഷം ഇരിക്കുന്നത്, ഇത് അതിൻ്റെ മോഷൻ അഥവാ അതിൻ്റെ കാഷ്ടമാണ്. അത് ഇപ്പോൾ സാധാരണ വൈൽഡ് ആനിമൽസ് ആയിരുന്നു, നമ്മൾ വീട്ടിൽ വളർന്ന കോഴിയെ തന്നെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്, അത് പെട്ടെന്ന് പിടിച്ചു കഴിയുമ്പോൾ അത് മോഷൻ പാസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് പേടിച്ചിട്ടാണ്, മോഷനാണ് അതിൻ്റെ മോഷൻ. പക്ഷേ ഈ മോഷൻ സ്ഥിരം കയ്യിൽ വീണ് കഴിഞ്ഞാൽ അത് സമയത്തിന് കഴുകിയില്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, അലർജി ഉണ്ടാകും, സ്കിന്നിൽ അലർജി ഉണ്ടാകും. എന്തായാലും ഇത് കാണുക, ഇത് അതിൻ്റെ കാഷ്ടമാണ്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇതുപോലെ വെള്ളയും മഞ്ഞയും കലർന്ന കളറിൽ വെള്ളം പോലെ കറുത്ത കളറും കൂടി ചേർന്നുള്ള മോഷൻ കിടക്കുകയാണെങ്കിൽ അത് പാമ്പിൻ്റെയോ ചേരയുടെയോ ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. ഒരിക്കലും പാമ്പിൻ്റെ മോഷൻ കട്ടിയായിട്ട് പോകുന്ന സാധനമല്ല, വെള്ളവും യൂറിനും മലവും കൂടി ഒരുമിച്ചാണ് പാമ്പുകൾ പാസ് ചെയ്യുന്നത്. ഇത് നോക്കുക, വ്യത്യസ്തരല്ല, ഇവർ കോമൺ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖൻ പാമ്പുകളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതിൽ ഒരാൾ മാത്രമാണ് ഇദ്ദേഹം, ഫീമെയിൽ. ഈ വർഷം ഇപ്പോൾ നമ്മൾ 2-3 ടേൺ കൊണ്ട് നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ നമുക്ക് കിട്ടുന്നത് അത്രയും ഫീമെയിൽ മൂർഖൻ പാമ്പുകൾ കുറവ്, ആൺമൂർഖൻ പാമ്പുകളെ കാണുന്നത് കുറവാണ്. ഇപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നത് എൻ്റെ ചലനം, എൻ്റെ തലയൊക്കെ അനങ്ങുന്ന ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം കടിക്കാനായി പോയിന്റ് ചെയ്യാൻ നോക്കുക. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് വേണ്ടി ഏകദേശം 2 മണിക്കൂർ ഇവർ വിളിക്കുമെന്ന സമയത്ത് നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്ത് വരുന്ന വഴിക്കെല്ലാം റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് വേണ്ടി അക്ഷമരായി കാത്തിരുന്ന നല്ലവരായ ഇവിടുത്തെ നാട്ടുകാരോടും അടുത്ത നമ്മളെ വിളിച്ച ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കൊക്കെ എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഈ അതിഥിയെ ബോട്ടിലാക്കിയതിനു ശേഷം ഇവരുടെ അഡ്രസ്സ് എഴുതി വാങ്ങിയ ശേഷം അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ കൗമുദി ടീമിൻ്റെ യാത്ര അടുത്ത സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ വ്യത്യസ്തരായ ഒരു അതിഥി, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ ഒരു അതിഥിയെ ഇന്ന് എവിടുന്നെങ്കിലും കാണാൻ കഴിയുമോ, ക്യാമറ കണ്ണിലേക്ക് ഒപ്പിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയുമായിട്ടുള്ള യാത്രയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ചിലപ്പോൾ ചില അമ്മമാരും പ്രിയ സഹോദരന്മാരൊക്കെ ചിലപ്പോൾ മിക്കവാറും എന്നെ വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. കാരണം ഓരോരുത്തരെ പിടിച്ചെന്ന് ഞാനിങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. വേറെ ഒന്നും പേടിക്കേണ്ടായിരുന്നു, എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ പ്രിയ സഹോദരങ്ങളോ ഗുരുജനങ്ങളോ പ്രിയ സഹോദരന്മാരോ ഒന്നും മോശപ്പെട്ട രീതിയിൽ കമൻസ് ചെയ്യാതിരിക്കുക. കാരണം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര, ഇന്നേ ദിവസം അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കിണറ്റിനകത്ത് ഒരു സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിക്കകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ നല്ല തിരക്കായി, അപ്പോൾ ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ഈ സ്ഥലത്ത്, അതായത് പാളയംകുന്ന് എന്ന സ്ഥലം, അതായത് പാരിപ്പള്ളിയിൽ നിന്ന് പരവൂരേക്ക് പോകുന്ന വഴിയിൽ പാളയംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും കുറച്ചുകൂടെ ഉള്ളിലേക്ക് 1.5 കിലോമീറ്റർ ഉള്ളിലേക്കാണ് സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും നമ്മൾ ആ വീട്ടിനടുത്ത് എത്താറായി. ആ വീട്ടിലേക്ക് പോകുന്ന ഒരു ഇട റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി വീണ്ടും അടുത്തൊരു ഇട റോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് നോക്കാം, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. നമുക്ക് ടീമിന് ആ സ്ഥലത്തേക്ക് പോകാം, ആ അതിഥിയുടെ അവസ്ഥ എന്താണെന്നൊന്ന് കാണാം. എന്തായാലും നമ്മുടെ യാത്ര കഴിഞ്ഞ ദിവസം മുതൽ പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ അപകടത്തിൽ കിടപ്പുണ്ടെന്ന്.
എന്തായാലും നമ്മൾ ഇന്നലെ എനിക്ക് എത്താൻ കഴിഞ്ഞ ദിവസം എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഇന്ന് രാവിലെ വിളിച്ചു. കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ വിളിക്കുന്നു അല്ലേ 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോഴൊക്കെ നല്ല തിരക്ക്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ കളർ കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ സൈസും ആ തലയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 വയസ്സ് അതിനടുത്ത് പ്രായമുള്ള ഫീമെയിൽ അഥവാ പെൺ മൂർഖൻ പാമ്പ് അഥവാ പെൺ നാഗം അല്ലെങ്കിൽ പെൺ സർപ്പം എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇതിനകത്ത് അകപ്പെട്ടത്. ഇദ്ദേഹത്തിന് എന്തായാലും ഒരു 5 അടിയോളം നീളമുള്ള, അധികം ആരോഗ്യക്കുറവ്, വളരെ ആരോഗ്യമില്ലാത്തൊരു ആരോഗ്യക്കുറവാണ്. എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഇതിനകത്ത് കിടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വന്ന സമയത്ത് ശരീരത്തിന് നല്ല ശോഷിപ്പുണ്ട്. എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ നല്ലവരെ നാട്ടുകാരെ ഇവിടുന്ന് കുറച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ കുഴിയിലായതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തിയാലേ പറ്റൂ. കാരണം അത് കഴിഞ്ഞ് നമ്മൾ ഏണിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങി ഈ അതിഥിയെ എടുക്കാനുള്ള ശ്രമം നടത്താം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ കുഴിയിൽ ഒരു കിണറ്റിൽ ഒരേ തരത്തിൽ പാമ്പ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു പാമ്പിനെ ഒരു കിണറ്റിൽ നിന്ന് എടുത്തിട്ട് അടുത്ത കിണറ്റിലും അതേ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എല്ലാ കിണറും ഒരുപോലെ. അതിൻ്റെ ചിലപ്പോൾ ഇടിഞ്ഞ കിണറുണ്ടാകും, അകത്ത് മാളമുള്ള കിണറുണ്ടാകും, ചിലപ്പോൾ ഇറങ്ങി വെച്ച ഉറവച്ച കിണറുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കുക ഏത് സാഹചര്യത്തിലാണ് ഇത് അകപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇതിപ്പോൾ മൂടിയില്ലാത്തതുകൊണ്ടാണ് ഇത് അകത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തറമട്ടം കിണർ ഇടാതിരിക്കുക, കുറച്ച് ഉയരത്തിൽ ഓരോ റിങ്ങോടെ ഉയരത്തിൽ. ഇത് കിണറല്ല, ഇതൊരു സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയാണ്. കിണർ വെക്കുമ്പോൾ പാതകം, നമ്മുടെ ഇടുപ്പിൻ്റെ മട്ടമെങ്കിലും പാതകം വെക്കുക. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ജന്തുക്കളൊന്നും അകത്തേക്ക് പോയി വീഴത്തില്ല എന്നുകൂടി അറിഞ്ഞു വെക്കുക. എന്തായാലും നമ്മുടെ സമയങ്ങളിൽ നമ്മൾ അതിഥി എടുത്ത് നമ്മളിവിടെ അക്ഷമരായി നിൽക്കുന്ന ഇവിടുത്തെ നാട്ടുകാരെ ആദ്യം പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കും അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഫിൽറ്റിനകത്ത് കുഴിക്കകത്തുനിന്ന് ഞാൻ ഇറങ്ങി ആ അതിഥി എടുത്തുകൊണ്ട് കയറി വരാൻ ഇടുങ്ങിയ ഒരു ബിൽറ്റ് ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് ഇറങ്ങി അത്രയും പെട്ടെന്ന് മേളിലേക്ക് എടുത്തുകൊണ്ട് അതിനുശേഷം നമ്മുടെ പ്രേക്ഷകർക്കോ നമ്മുടെ നാട്ടുകാർക്കോ എന്നാലും ഇദ്ദേഹം കൂടുതൽ അഗ്രസീവാണ്, നല്ല വയലൻ്റാണ്. അതിന് കാരണം മറ്റൊന്നുമില്ല, മോൾഡിങ് അഥവാ ചട്ടപ്പൊഴിക്കൽ പ്രോസസ്സിങ് നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കിൻസൊക്കെ നല്ല പെയിൻഫുള്ളായിരിക്കും, നല്ല വേദനയായിരിക്കും. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി നമ്മൾ പെട്ടെന്ന് പിടിക്കുന്ന കയ്യിലേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ചാടി കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. കടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അദ്ദേഹം നോക്കുന്നത്. നമുക്ക് എന്തായാലും ആ ചട്ട പൊഴിച്ചെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് പഴയ സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സൗന്ദര്യം ഉണ്ടാകത്തില്ല. വരുമ്പോൾ അവരുടെ ശരീരത്തിന് സെൻസേഷൻ പവർ കുറയും. അതായത് തറയിലുണ്ടെന്ന് തരംഗങ്ങളൊക്കെ കിട്ടാൻ സാധ്യത വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പുതിയ സ്കിൻസ് വന്നാൽ മാത്രമേ അവരുടെ ബാക്കി പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ 15 ദിവസം 16 ദിവസം വരെ ഇവർ ചട്ട പൊഴിക്കാറായിരിക്കും. 15 ദിവസം 16 ദിവസം വരെ ഇവർ ഭക്ഷണം കഴിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ മോളിൽ തലയുടെയൊക്കെ നല്ല ഇതാണ്, തല കണ്ണ് മൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞൊരു 6-7 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ നാട്ടിൽ തിരുവനന്തപുരം നിൽക്കുമ്പോൾ എനിക്ക് തെന്മലയിൽ നിന്നൊരു കോൾ ഉണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ തെന്മലയിലൊരു പൂവുള്ള പാമ്പിനെ കണ്ടുവന്നു, തലയിൽ പൂവുള്ളൊരു വലിയ പാമ്പിനെ കണ്ടുവന്നു. അപ്പോൾ ഞാനിവിടെ അന്തം വിട്ട് പൂവുള്ള പാമ്പല്ല, ഞാൻ പുണ്യാളത്തിൻ്റെ ഫോട്ടോയിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അന്തം വിട്ട് ടാക്സി എടുത്ത് തെന്മല ഞാൻ അവിടെ ചെന്ന് ഒരു മല കയറി അങ്ങനെ ചെന്നപ്പോൾ അവർ പറയുന്ന ഒരു പൂവുള്ള തലയിൽ നടുക്കൂടി ഇങ്ങനെ പൂവുള്ള പാമ്പിനെ കണ്ടു. അതും പാറയടിക്കി കയറി. ഞാൻ പറഞ്ഞു അതായിരിക്കത്തില്ല, മിക്കവാറും ചട്ട പൊഴിക്കാറായ പാമ്പിൻ്റെ ആ ചട്ട പൊളിഞ്ഞു വന്ന് തലയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കണമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നല്ല പൂവുള്ള പാമ്പ് തന്നെയാണെന്ന്. അപ്പോൾ ഞാൻ ചെന്ന് ആ പാമ്പിനെ പിടിച്ചപ്പോൾ ഇതുപോലെ ചട്ട പൊഴിഞ്ഞിട്ട് ഈ ചട്ട തലയിലവിടെ നിന്ന് ഇങ്ങനെ
നടുക്ക് പൂ പോലെ ഇങ്ങനെ ഇളകിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് അവർ പൂവുള്ള പാമ്പ്. അപ്പോൾ ഈ ചട്ട ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് ചിലർ പറയും, പെട്ടെന്നാണ് പറയും, ഓ പൂവുള്ള പാമ്പ്, ആ ശരി പൂവുള്ള പാമ്പിനെ പിടികൂടും. പൂവുള്ള പാമ്പല്ല, ഇത് സ്കിൻസ് പൊഴിക്കും, ചട്ട പൊഴിക്കുകയാണ്. ഇതിന് നമ്മൾ വേറെ പ്രത്യേകം നോക്കി ചട്ട പൊഴിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കളർ വരുന്നത്. അപ്പോൾ ഈ ചട്ട പൊഴിക്കുമ്പോൾ ഇവർക്ക് കടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ തലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വേളയിലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മുറുക്കൻ പാമ്പിൻ്റെ കടി കളിക്കുന്നത്. ഈ വെള്ളയിൽ ഇങ്ങനെ കടി കളിക്കുന്ന ആദ്യത്തെ കടി, മുറുക്കൻ പാമ്പിൻ്റെ കടി, കോബ്ര ബൈറ്റ് കളിക്കുന്ന ഇതാണ്. ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പെട്ടെന്ന് അത് സൈഡ് ചരിഞ്ഞ് കയ്യിലേക്ക് അടിച്ചു. അങ്ങനെ ഞാൻ ഏകദേശം 6 മാസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ കടി 6 മാസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 1.5 മാസത്തോളം മാരകമായ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. അതിൽ 15 ദിവസം അബോധാവസ്ഥയിലായിരുന്നു. കൈയും കാലും ഒക്കെ ബന്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു 15 ദിവസം. അതുകൊണ്ട് പാമ്പ് കടി ഏറ്റാൽ ഉറങ്ങരുത് എന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമ്മൾ ഈ ബോട്ടിലാക്കി അദ്ദേഹം കയ്യിൽ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം കടി എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എന്തായാലും നമ്മൾ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല.